സോണിയയുടെ കാലിൽ പിടിച്ചുകൊണ്ട് അയാൾ വെച്ച് നീട്ടിയ സമ്മാനം രാഹുലിന്റെ കണ്ണു നിറക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയ്ക്കാണ് സോണിയയുടെ ടൺ ജൻപത് വസതി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. എല്ലാത്തിനും സാക്ഷിയായി പ്രിയങ്ക ഗാന്ധിയും രാഹുലിനും സോണിയക്കും ഒപ്പമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. काम ठीक चल रहा है? थोड़ा मशीन ठीक है? माँ जी, ये हमने अपने हाथ का चप्पल बनाया हूँ। भैया जी मशीन दिए हैं। कैमरा कटिंग करके सिलाई करके उसी मशीन से तो यहाँ लाए हैं। खाली 2 दुकान हो गई। हाँ 2 दुकान हो गई। हाँ वहाँ नया बनाते हैं। प्रियंका के लिए जूता लाए। उसी मशीन का बनाया है अपने। अच्छा, ये हम अभी नया स्टार्ट किए हैं। ये बना रहे हो आप? हाँ। और लोग क्या कह रहे हैं वहाँ पे? एक मुलाकात में भैया ने तुम्हें इतना कर दिया, जब उनका साथ पकड़ लोगे तो क्या कर देगी एकदम कोई पता नहीं। मशीन है इसका कैसे प्रयोग किया जाता है वो पहले आप सिखाएं। जी सर। ठीक है जी। पहला कदम। फिर दूसरा कदम, हाई क्वालिटी का जूता कैसे बनाया जाता है, डिजाइन कैसे की जाती है, दूसरा कदम। और फिर तीसरा कदम, इसको बेचा कैसे जाता है। जो हमारे मोची हैं, बहुत हुनर है, बहुत कैपेबिलिटी है, बहुत ज्ञान है, मगर हम उस ज्ञान की रिस्पेक्ट नहीं करते, इज्जत नहीं करते। सबसे ज्यादा महंगे जो जूते होते हैं वो हाथ से बने हुए होते हैं। कि जो आपका हुनर है उसमें थोड़ी पॉलिश लगानी है, तो ये मैं आपके साथ करूंगा। ठीक है, धन्यवाद, आप आए। തിളച്ചുമറിയുന്ന രാഷ്ട്രീയ ചൂടിനിടക്ക് രാഹുൽ ഓടിപ്പിടയുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേറിട്ടു പോകാതിരിക്കാൻ വേണ്ടി. അതിനായി ആദ്യം തന്നെ അയാൾ ചെയ്തത് 4000 കിലോമീറ്റർ നടന്നു നീങ്ങുകയായിരുന്നു. ആ വഴികളിൽ കണ്ട മനുഷ്യരെ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണവർഗ ലിംഗഭേദങ്ങൾക്കപ്പുറത്ത് അയാൾ ചേർത്ത് പിടിച്ചപ്പോഴാണ് വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നത്. അത്തരമൊരു യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. അമിത്ഷായ്ക്കെതിരെ അപകീർത്തി പരാമർശം നടത്തി എന്ന് പറഞ്ഞ് രാഹുലിന് നിർണായകമായ നിമിഷത്തിൽ പോലും കോടതി കയറ്റിയപ്പോൾ കോടതിയിൽ നിന്നും തിരികെ വരുമ്പോഴാണ് രാഹുൽ ആ ചെരുപ്പ് കുത്തിയെ കാണുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ചെരുപ്പുകൾ തുന്നുകയും ചെയ്തത്. ആ വീഡിയോ ഏറെ വൈറലായിരുന്നു. പിന്നീട് ലക്ഷങ്ങൾ വില പറഞ്ഞിട്ടും രാഹുൽ തുന്നിയ ചെരുപ്പ് അദ്ദേഹം മറ്റാർക്കും നൽകിയില്ല. ഇപ്പോഴിതാ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് ചെരുപ്പ് മേഖലയിൽ തിളങ്ങുന്നു എന്ന സന്തോഷം അറിയിക്കാനാണ് അദ്ദേഹം ചെരുപ്പുമായിട്ട് സമ്മാനമായിട്ട് സോണിയയുടെ ടൺ ജൻപത് വസതിയിലേക്ക് വന്നത്.